അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരം തുടങ്ങാം. സംസാരം കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുമോ, കേൾക്കുന്നുണ്ട് എന്നുള്ളത്, സൗണ്ട് ഓക്കെ ആണോ എന്നുള്ളത്? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിനൂരിഹി വഅഹ്യാനാ ബിനൂരി ഹബീബിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സാഹിബിൽ മഖാമിൽ അലാ വർസതി ത്വാലിഈന ബിൽ ഉഫഖിൽ ഉലാ. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأهل بيته وصحبه حق قدره ومقداره العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. നമ്മൾ കറക്റ്റ് 9:30 തുടങ്ങാനുള്ള സെഷനാണ്. ഇപ്പോൾ 4 മിനിറ്റ് വൈകി. ഇൻഷാ അല്ലാഹ് സൂഫി അക്കാഡമി സംഘടിപ്പിക്കുന്ന ഈ തസവുഫിനെ കുറിച്ചിട്ടുള്ള, ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ആത്മാവിനെ കുറിച്ച നമ്മുടെ ഈ ഒരു ഒത്തുചേരൽ, അതിൻ്റെ പ്രാഥമികമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അതായത് ഈ ഒരു ഉദ്യമം, ഈ ഒരു സംഗമം ആരെയെങ്കിലും വാദിച്ച് ജയിക്കാനോ തർക്കിച്ച് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്താഗതികളോ ആശയങ്ങളോ ചിന്താധാരകളോ ആരെയെങ്കിലും അടിച്ചേൽപ്പിക്കാനോ ഒക്കെയുള്ള സാമ്പ്രദായികമായി നാം കാണുന്ന പല ചർച്ചകളെ പോലെയല്ല. മറിച്ച് നമ്മൾ പരസ്പരം സംവദിക്കുകയും പരസ്പരം ചർച്ച ചെയ്യുകയും സത്യത്തെ തേടിയുള്ള യഥാർത്ഥമായ ജ്ഞാനത്തെ തേടിയുള്ള ആത്യന്തികമായി ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയും തേടിയുള്ള നമ്മുടെ യാത്രക്ക് നാം ഓരോരുത്തരും എത്രയൊക്കെ കൂട്ടങ്ങളിലാണെങ്കിലും ആ യാത്രയിൽ നാം ഏകരാണ് എന്നുള്ള ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു യാത്രക്ക് വേണ്ടിയുള്ള ആലോചനകളാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആശയങ്ങളൊക്കെ, നമ്മൾ പറയുന്നതൊക്കെ, നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് കൂട്ടമായിരുന്ന് ചർച്ച ചെയ്യുവാനും സംശയങ്ങൾ ചോദിക്കുവാനും വിശകലനം ചെയ്യുവാനും ആലോചനകൾക്ക്, അഗാധമായ ആലോചനകൾക്ക് വിധേയമാക്കാനും ഒക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തണമെന്നാണ് സൂഫി അക്കാഡമിയുടെ ആഗ്രഹം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ തീർച്ചയായും വളരെയധികം പ്രയോജനപ്രദവും തീർച്ചയായും കാലഘട്ടം
തേടിക്കൊണ്ടിരിക്കുന്ന, ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉന്നതമായ ഉദ്യമമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാനിത് നമ്മുടെ ഈ ഒരു സെഷൻ്റെ ഏറ്റവും പ്രാരംഭമായ ഒരു സംസാരമായതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഈ തസവുഫാണ് ഇസ്ലാം എന്നൊരു ചർച്ചയെക്കുറിച്ച്, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച്, അതിൻ്റെ ആലോചനകളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പം ഇതിൻ്റെ ഒരു പരിപ്രേക്ഷ്യം, നമ്മൾ എന്തൊരു നിലപാട് തറയിൽ നിന്നാണ് ഇത്തരം ഒരു ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായും നാം അറിയണം. ഒന്നാമതായി പറയാനുള്ളത്, നമ്മൾ മലയാളത്തിലാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നാം അഭിസംബോധനം ചെയ്യുന്ന സമൂഹം തീർച്ചയായും കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള അനേകായിരം സത്യാന്വേഷികളായ, നിഷ്കളങ്കരായ, അള്ളാഹുവിനെയും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അറിയണമെന്ന അഗാധമായ ആഗ്രഹമുള്ള ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേരളീയ പരിസരത്തിൽ നിന്നാണ് നമ്മുടെ സംസാരങ്ങളൊക്കെ നാം തുടങ്ങുന്നത്. രണ്ടാമതായി പറയാനുള്ളത്, നമ്മൾ കേരളീയ പരിസരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 3-4 രീതിയിൽ നമുക്ക് മുസ്ലിങ്ങളെയോ മുസ്ലിം നാമധാരികളെയോ വിശ്വാസികളെയോ ഒക്കെ നമുക്ക് തരംതിരിക്കാം. അതായത് വിവിധങ്ങളായ സംഘടനകളിലായി വേർതിരിക്കപ്പെട്ട ഓരോ സമൂഹങ്ങൾ. അത് വ്യത്യസ്തമായ പേരുകളിലും വ്യത്യസ്തമായ ആശയങ്ങളിലും വ്യത്യസ്തമായ ചിന്താധാരകളിലും, ഒരുപക്ഷെ ചിലപ്പോൾ മതസംഘടനകൾ എന്ന പേരുകൊണ്ട് തന്നെ, പേരിനുള്ളിൽ തന്നെ ചില പ്രത്യേകമായ രാഷ്ട്രീയമായ വ്യതിരിക്തതകൾ ഉള്ളത് കൊണ്ടോ അങ്ങനെയൊക്കെ ചില വ്യത്യസ്തമായ ഓരോ ഗ്രൂപ്പുകളിലായിട്ടാണ് നമ്മുടെ സമൂഹം ചിതറിക്കിടക്കുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ചില വ്യത്യസ്തമായ രാഷ്ട്രീയ സാമുദായിക മതകീയ സംഘടനകളായിട്ട്, അല്ലെങ്കിൽ ചില പ്രത്യേക മതങ്ങളായി തന്നെ നമുക്ക് അവയെ പരിഗണിക്കാം. അപ്പോൾ ഈ മതങ്ങളാണ് എന്ന് പറയുന്നത് ബോധപൂർവം തന്നെയാണ് ആ ഒരു വാക്ക് ഉപയോഗിച്ചത്. അതായത് മതത്തിനുള്ളിൽ തന്നെ, പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഒരു പരിശുദ്ധിക്കുള്ളിൽ തന്നെ ചില മതങ്ങളായി മാറിയ ചില കൂട്ടങ്ങൾ. ആ കൂട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് തങ്ങളുടെ ബുദ്ധിയും ചിന്തയും മുഴുവൻ അടിയറച്ചുകൊണ്ട് സ്വന്തമായി മറ്റൊന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ ഇരിക്കുന്ന ഒരു സമൂഹങ്ങളിലായി പല ആളുകൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്നു. ഒരു വിഭാഗം അങ്ങനെയാണ്. രണ്ടാമതുള്ള മറ്റൊരു വിഭാഗം വ്യത്യസ്തമായ രാഷ്ട്രീയ ധാരകളിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും എന്നാൽ നാം നേരത്തെ പറഞ്ഞ മതകീയ കൂട്ടായ്മകളിൽ, അല്ലെങ്കിൽ ഈ ഒരു പരിശുദ്ധിക്കുള്ളിലെ ചില മതങ്ങളായി മാറിയ കൂട്ടങ്ങൾക്കുള്ളിൽ യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കാതെ മാറി നിൽക്കുന്നവരും, ഈ ഒരു രാഷ്ട്രീയ ചിന്താഗതികളിലൂടെ മാത്രം പോകുന്നവരുമായ ഒരു സമൂഹമാണ് മറ്റൊന്നുള്ളത്. അവർക്കൊക്കെ വ്യത്യസ്തമായ പാർട്ടികളിലും വ്യത്യസ്തമായ ധാരണകളിലുമൊക്കെയായി അവരിങ്ങനെ പരന്നു കിടക്കുന്നു. മൂന്നാമതായി മറ്റൊരു വിഭാഗമുള്ളത് എന്റർടൈൻമെന്റ് മേഖലയിൽ, അത് ഒന്നില്ലെങ്കിൽ കായിക മേഖലകളിലോ അല്ലെങ്കിൽ സിനിമ, സംഗീത, മറ്റു കലാ രീതികളിലുള്ള മറ്റു ചിന്തകളിലൊക്കെ ഇങ്ങനെ വളരെ സജീവമായി മുഴുകിക്കൊണ്ടിരിക്കുന്ന, മതത്തിന്റെ പ്രത്യക്ഷമായ ചിന്തകളോ കർമ്മങ്ങളോ അടയാളങ്ങളോ ഒന്നുമില്ലാതെ പേരുകൊണ്ട് മാത്രം, നാമം കൊണ്ട് മാത്രം മുസ്ലിങ്ങളെന്ന്, ഇസ്ലാമിക അനുഭാവികളെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന, അല്ലെങ്കിൽ സ്വയം ചിന്തിക്കുന്ന, സ്വയം വിലയിരുത്തുന്ന ഒരു വിഭാഗം. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ വിഭാഗങ്ങളിലും വ്യത്യസ്തമായ ഗ്രൂപ്പുകളിലുമായാണ് പിന്നെ ഒരു അവസാനത്തൊരു വിഭാഗം ഇതൊന്നുമില്ലാതെ സാമ്പ്രദായികമായി അവരുടെ നാട്ടിൽ എന്താണോ, അവരുടെ മഹല്ലുകളിൽ ഏത് സംഘടനക്കാണോ കൂടുതലായിട്ട് പ്രാമുഖ്യമുള്ളത് ആ ഗ്രൂപ്പുകളിലായി ഒതുങ്ങി നിന്ന് അതിന്റെ പ്രത്യേകമായ ചിന്തകളോ ധാരണകളോ ആശയങ്ങളോ ഒന്നിലും സജീവമായി പങ്കെടുക്കാതെ തങ്ങളുടെ ജീവിതവും തങ്ങളുടെ ഉപജീവനവും തങ്ങളുടെ കുടുംബവുമായി വളരെ ഒതുങ്ങിക്കൂടി കഴിയുന്ന മറ്റൊരു വിഭാഗം.
ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ വിഭാഗങ്ങളിലാണ് നമ്മുടെ സമൂഹങ്ങളൊക്കെ ഇങ്ങനെ ചെതറിക്കിടക്കുന്നത്. ഞാൻ ഇത്രയും വിശദമായി പറയുന്നത് നമ്മുടെ ഈ ഒരു പരമ്പരയുടെ ഈ തസവുഫിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ നമ്മെ തന്നെ നമ്മൾ എന്തൊരു നിലപാടിൽ നിന്നാണ്, എന്തൊരു പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. ഇങ്ങനെയാണ് ഒരു വിഭാഗം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഏതൊരു വിഭാഗത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിലാണെങ്കിലും, ഇനിയിപ്പോൾ ഒരു വിഭാഗം കൂടി നമ്മൾ പറയാതെ വിട്ടുപോയി, അതായത് ഇങ്ങനെ വളരെ സജീവമായി ആത്മീയമായ അന്വേഷണങ്ങളിലൂടെ ത്വരീക്കത്തുകൾ എന്ന് പേര് പറയപ്പെടുന്ന ഈ ഒരു തസൂഫിന്റെ ധാരകളിലൂടെ സഞ്ചരിക്കുന്ന മറ്റൊരു വിഭാഗം, അതിനുവേണ്ടി വളരെ ശക്തിയുക്തം വാദിക്കുകയും വളരെ സജീവമായ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കുറേ വിഭാഗങ്ങളുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഏത് ഗ്രൂപ്പിലാണെങ്കിലും, നമ്മൾ ഏതൊരു ധാരയിലാണെങ്കിലും, ഏതൊരു ധാരണയിലാണെങ്കിലും നാം ആലോചിക്കേണ്ടത് സ്വന്തത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിചാരപ്പെടലുകൾക്ക് വളരെ അനിവാര്യമായ ഒരു സമയമാണ് നമ്മളിത്. ഞാൻ വിശ്വസിക്കുന്നത് ബഹുഭൂരിപക്ഷം വളരെ യുവാക്കളായ ഒരു സമൂഹത്തോടാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമാണ്. കാരണം ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യാതൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ധാരണകളെയോടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുകളുടെയോ ഒരു നേതൃത്വത്തിൻ്റെയോ ഒന്നും പ്രേരണകളില്ലാതെ സ്വയം ചിന്തിച്ച് സ്വയം അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയ ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അള്ളാഹു ഈ നമ്മുടെ സമയങ്ങളെയും നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ പരിശ്രമങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ എന്ന് വളരെ ഹൃദയപൂർവ്വം ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം എവിടെയാണെങ്കിലും നാം നമ്മെക്കുറിച്ചിട്ടുള്ള ഉത്തമമായ ചിന്തകൾ, നമ്മൾ എന്തൊരു സമൂഹത്തിനിടയിലാണെങ്കിലും എന്തൊരു താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിലും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ യാത്രയാകുമ്പോൾ ഓരോരുത്തരും ഒറ്റക്കാണ്, ഏകരായാണ് ആ യാത്ര. ആൾക്കൂട്ടത്തിനിടയിലും ഏകരായാണ് ഈ ഒരു യാത്ര. അത് തസൂഫിലൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ പോലും, അവർ ആൾക്കൂട്ടത്തിനിടയിൽ ഉള്ളിലാണെങ്കിൽ പോലും അവർ ഏകരായാണ് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്നത്. എന്നതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നമ്മെക്കുറിച്ച് വളരെ ഉത്തമമായ ബോധ്യത്തോടു കൂടിയിട്ട് നമ്മൾ ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. വളരെ ലളിതമായി പറഞ്ഞാൽ, ഞാനിപ്പോൾ യാത്രയായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും? എൻ്റെ കുടുംബത്തിലെ ഒരേ ഒരു അത്താണിയാണ് ഞാൻ. എൻ്റെ ഭാര്യയ്ക്ക് എല്ലാ രീതിയിലും ആശ്രയിക്കേണ്ടവരാണ് ഞാൻ. എൻ്റെ മക്കൾക്ക് ഞാൻ എല്ലാ രീതിയിലും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നവനാണ് ഞാൻ. അപ്പോൾ ഈ ഒരു സമയം വളരെ അപ്രതീക്ഷിതമായി എനിക്ക് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? എൻ്റെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? എൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിക്കും? എൻ്റെ മാതാപിതാക്കൾക്ക് എന്ത് സംഭവിക്കും എന്ന ചിന്തകൾക്കപ്പുറം എനിക്കെന്ത് സംഭവിക്കും എന്ന ഒരു ചിന്ത, ഒരു ആലോചന, ഒരു ചോദ്യം ഓരോ നിമിഷവും നാം ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ഇപ്പോൾ യാത്രയായാൽ എനിക്കെന്ത് സംഭവിക്കും? ആ ഒരു ചോദ്യം നാം നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നാൽ തീർച്ചയായും നാം അള്ളാഹുവിലേക്ക് വളരെ ആഗ്രഹത്തോടു കൂടി ഏറ്റവും നിഷ്കളങ്കമായി മടങ്ങേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യമാകും. അപ്പോൾ ഈ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നാം ഈ ഒരു ചർച്ചയുടെ, നാം ഈ ഒരു പരമ്പരയുടെ ഏറ്റവും പ്രാഥമികമായ രീതിയിൽ, ഏറ്റവും പ്രഥമമായി, ഏറ്റവും പ്രാമുഖ്യത്തോടു കൂടി, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി, ഏറ്റവും ഗൗരവമായി പറയാനുള്ളത്, നാം ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കുക. ഞാനിപ്പോൾ യാത്രയായാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ സാധാരണ തെൽക്കിൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ പറയുന്നത് പോലെ നമ്മുടെ ആ ഖബറിലേക്ക് നമ്മളെ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബക്കാരും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ തിരിച്ച് നടന്ന് ഏതാനും കാലടികൾ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഖബറിനുള്ളിലേക്ക് മലക്കുകൾ ചോദിക്കാൻ വരുമ്പോൾ ഈ സമയങ്ങളെയും സന്ദർഭങ്ങളെയും കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുക. അപ്പോൾ
ഞാൻ എൻ്റെ സ്ഥിതി എന്തായിരിക്കും, ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മൾ ഏറ്റവും നമ്മൾ എന്തൊക്കെ രീതിയിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലും, നമ്മൾ ഉപജീവന മാർഗങ്ങൾ എങ്ങനെയാണെങ്കിലും, നമ്മളെ താല്പര്യങ്ങൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു ചോദ്യം നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയാകുമ്പോൾ തീർച്ചയായും ഇന്നല്ലാഹു ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, അള്ളാഹു ഇന്നല്ലാഹ്, അതുപോലെ മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്വയം മാറാൻ സന്നദ്ധരായിക്കൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് നമ്മൾ ഒരു അടുക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു ഒരു മുഴം നമ്മിലേക്ക് അടുക്കും. അപ്പൊ ഈ ഒരു ചിന്ത ഏറ്റവും പ്രാഥമികമായി നമ്മളെ ഈ ഒരു പരമ്പരയിൽ, ഈ ഒരു നമ്മുടെ ഈ ഒരു സംഗമത്തിൽ, നമ്മളെ ഈ ഒരു കൂട്ടമായ ആലോചനയുടെ ഏറ്റവും പ്രാഥമികമായ കാര്യമായി നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണം. പിന്നീട് അടുത്ത ഒരു കാര്യം, ഇതുപോലെ അടുത്തൊരു പശ്ചാത്തലം പറയാനുള്ളത്, നമ്മൾ തസവൂഫിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതികളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലുമൊക്കെയാണ് നമ്മൾ തസവൂഫിനെ കുറിച്ചിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും വായിച്ചു കൊണ്ടിരിക്കുന്നതും ഒക്കെ. നമുക്കൊന്ന് നോക്കാം. അതായത് സാധാരണ തസൂഫ് അല്ലെങ്കിൽ സൂഫിസം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ആദ്യമായി എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ കാണുന്നത്, എല്ലാവരുടെയും മനസ്സിൽ കടന്നു വരുന്നത്, നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒക്കെ ഫസ്റ്റ് കഴിയുന്നത് മൗലാന റൂമി റളിയല്ലാഹു അൻഹുവിന്റെ അതിമനോഹരമായ വാചകങ്ങളും കൊട്ടേഷനുകളും, അതിനെ വളരെ മനോഹരമായി വീഡിയോയിലൂടെയും ഓഡിയോയിലൂടെയും അതുപോലെ ചിത്രങ്ങളിലൂടെയും പിന്നെ ഡിസൈനുകളിലൂടെയും ഒക്കെ നമ്മൾ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിൻ്റെ കാവ്യാത്മകമായ, സൗന്ദര്യാത്മകമായ, അനുഭൂതിദായകമായ, വളരെ അവർണ്ണനീയമായ പിന്നെ ആസ്വാദനങ്ങളിലൂടെ നമ്മൾ ഹൃദയങ്ങളിലേക്ക് കോൾമയർ കൊള്ളിക്കുന്ന രീതിയിൽ ഇതൊക്കെ ഇങ്ങനെ പിന്നെ പ്രക്ഷേപണം ചെയ്യപ്പെടുമ്പോൾ, പ്രസരണം ചെയ്യപ്പെടുമ്പോൾ, ഇതാണ് തസൗഫിനെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രാഥമികമായി പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രൂപം. മൗലാന റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും പരിശുദ്ധമായ ഫാരിസി ഭാഷയിലെ ഖുർആൻ എന്ന് വളരെ ഉന്നതരായ ആത്മജ്ഞാനികൾ പോലും വിശേഷിപ്പിച്ച മസ്നവിയിലെ ഈരടികളൊക്കെ ഇങ്ങനെ മുളംകൂട്ടത്തിൽ നിന്നും വേർപെട്ടു വന്ന മുളം തണ്ടിന്റെ, അതൊരു പിന്നെ ഓടക്കുഴലായി മാറിയ ആ ഒരു മുളം തണ്ടിന്റെ ആത്മരോദനങ്ങളും വിലാപങ്ങളും വിലപനങ്ങളും ഒക്കെ, അതിൻ്റെയൊക്കെ ആന്തരാർത്ഥങ്ങളെ തേടിയുള്ള വളരെ മനോഹരമായ രീതിയിൽ കാവ്യാത്മകമായ ഭാഷയിൽ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പിന്നെ അനുവാചകരുടെയും അതുപോലെ ശ്രോതാക്കളുടെയും ഹൃദയങ്ങളിൽ വല്ലാത്തൊരു അനുഭൂതിയും ആസ്വാദനവും വല്ലാത്തൊരു അനുഭവവും സൃഷ്ടിക്കുന്ന വാക്യങ്ങളിലൂടെ, ഇതൊക്കെയാണ് നമ്മൾ തസൂഫിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള ഒരു രീതി, നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു ഭാഗം. അതുപോലെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പിന്നെ ഈ സൂഫി ദർവേഷുകളുടെ ഈ ഒരു വേളിംഗ്, ഇതിന്റെ ഒരു നൃത്തം, ആ ഒരു ചിത്രമാണ് ഏറ്റവും ഫസ്റ്റ് വരുന്ന ഒരു രൂപം പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇതിന്റെ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ പിന്നെ പാട്ടുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചിത്രങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു സൂഫി ദർവേഷിന്റെ ഒരുപാട് കാലിഗ്രഫികളും ഒരുപാട് വീഡിയോകളൊക്കെ നമുക്ക് ലഭിക്കും. ഇതാണ് മറ്റൊരു രൂപം, ഈ ഒരു സൂഫി വേളിംഗ്. അതും മൗലാന റൂമി റളിയല്ലാഹു അൻഹുവിനോട് ബന്ധപ്പെട്ട ഒരു രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും പിന്നെ മതങ്ങൾക്കതീതമായ, ജാതികൾക്കതീതമായ, ദേശങ്ങൾക്കതീതമായ, പിന്നെ അതുപോലെ വർണ്ണങ്ങൾക്കും ഭാഷകൾക്കും എല്ലാത്തിനും അതീതമായ ഒരു അബൗദികമായ രീതിയിൽ ഉള്ള ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും അനശ്വരമായ ലയനത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് പിന്നെ നമ്മൾ തസൂഫിനെ കുറിച്ച് പറയുമ്പോൾ കാണുന്ന ഒരു രംഗം. അതുപോലെ മറ്റൊരു രംഗത്ത് എന്നുള്ള വെച്ചാൽ പിന്നെ സിനിമകളിലൂടെയും പാട്ടുകളിലൂടെയും അതുപോലെ കലാപരമായ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് കാണാം. അവരൊക്കെ നമ്മൾ സൂഫി ഗായകൻ എന്നോ സൂഫി ഗസലുകൾ എഴുതുന്നവരെന്നോ അല്ലെങ്കിൽ സൂഫി പ്രാസംഗികൻ എന്നോ ഒക്കെ നമ്മളൊക്കെ വിശദീകരിക്കും. ഇതൊക്കെയാണ് ഒരു രൂപത്തിൽ നമ്മൾ കാണുന്ന തസൂഫ്. ഇനി മറ്റൊരു രൂപത്തിൽ തസൂഫിനെ അംഗീകരിക്കുന്നു മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഇതെല്ലാം നിരാകരിച്ചുകൊണ്ട് തസൂഫിന്റെ ഏറ്റവും ഉന്നതമായ മൂല്യങ്ങളെ സർവസ്വവും നിരാകരിച്ചുകൊണ്ട് അവയെല്ലാം മതങ്ങൾക്കപ്പുറമാണ് അല്ലെങ്കിൽ
പരിശുദ്ധമായ ദീനിനപ്പുറമാണ്, ദീനിന് തീർത്തും വിഭിന്നമായ, ദീനിനെ നിരസിക്കുന്ന, ദീനിനെ നിഷേധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് മറ്റൊരു വിഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അവര് പരിശുദ്ധരായ ഇബ്നു അറബി തങ്ങളെ പോലെയുള്ള, പരിശുദ്ധരായ മൗലാന റൂമി റളിയല്ലാഹുവിനെ പോലെയുള്ള, മൻസൂർ ഹല്ലാജി റളിയല്ലാഹുവിനെ പോലെയുള്ള അങ്ങനെയുള്ള പരിശുദ്ധരായ അനേകം സൂഫിവര്യന്മാരെയൊക്കെ അവര് ഈ ദീനിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന്, ഈ ദീനിനെ അവർ പ്രത്യേകം അതിർവരമ്പ് നിശ്ചയിച്ചുകൊണ്ട്, ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് അതിന് പുറത്താക്കുന്ന രീതിയിലുള്ള ഒരു വിഭാഗമാണ് മറ്റൊന്ന്. ഇനി മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് തസൗഫിനെ അംഗീകരിക്കുകയും തസൗഫിന്റെ അത്യുന്നതരായ പരിശുദ്ധരായ പവിത്രരായ മശായിഖുമാരെയും അവരുടെ ഗ്രന്ഥങ്ങളെയും ഒരുപാട് വിശകലനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും, അതേസമയം തസൗഫ് വളരെ ഉന്നതരായ ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സാധാരണക്കാരായ ആളുകൾക്ക് അതൊന്നും പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്, അവര് അതിന്റെ ചതിക്കുഴികളിലേക്ക് വീണു പോകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് സാധാരണ ആളുകൾ ഒട്ടും ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ അത്തരം ഗ്രന്ഥങ്ങൾ വായിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഉന്നതമായ മാർഗത്തെ പരിപൂർണമായി സാധാരണക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ സാധാരണക്കാരായ വിശ്വാസികളിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു വിഭാഗമാണ് മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നാലാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് തസൂഫിന്റെ മേഖലകളിലൂടെ സഞ്ചരിക്കുകയും എന്നാൽ ഏറ്റവും പരിശുദ്ധരായ ഇൻസാനുൽ കാമിലായ അള്ളാഹു, അവന്റെ ഹബീബുല്ലാഹി അള്ളാഹു തന്നെ നമുക്ക് ഏറ്റവും ഉന്നതമായ കാരുണ്യമായി അവതരിപ്പിച്ചു തന്ന ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരിശുദ്ധമായ ജീവിതത്തിൽ നിന്ന് അന്യമായിക്കൊണ്ട്, അതുപോലെ ജ്ഞാനങ്ങളുടെ കവാടമായ മൗല അലി കറമല്ലാഹു വജഹു അവരുടെ ആ പരിശുദ്ധമായ ജീവിതങ്ങളിൽ നിന്ന് അമീറുൽ ഖുലഫാ റാഷിദീങ്ങളായിട്ടുള്ള അമീറുൽ മുഅ്മിനീങ്ങളായിട്ടുള്ള മുഅ്മിനീങ്ങളുടെ നേതാക്കളായിട്ടുള്ള ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദന ഉസ്മാനുൽ ഗനി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇങ്ങനെയുള്ള പരിശുദ്ധരായ സ്വഹാബികളുടെയും അത്യുന്നതരായ മശായിഖുമാരുടെയും ആ ഒരു വിശുദ്ധമായ ജീവിതത്തിൽ നിന്ന് അന്യമായി മറ്റെന്തൊക്കെയോ രീതിയിൽ തസൂഫാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നതരായ സൂഫികളാണ്, ഞങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞവരാണ്, അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ശരീഅത്തിന്റെ വിധിവിലക്കുകളെ ഒട്ടും മാനിക്കാത്ത രീതിയിൽ സഞ്ചരിക്കുന്ന, ജീവിതങ്ങളിൽ ഒരിക്കലും കർമ്മങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ലാതെ അള്ളാഹുവിനോടുള്ള പരിശുദ്ധമായ പ്രണയം മാത്രമാണ്, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ആ അള്ളാഹുവിനോടുള്ള ലയനം മാത്രമാണ് നമുക്ക് വേണ്ടത്. ആ ലയനം കിട്ടിക്കഴിഞ്ഞാൽ, പിന്നീട് ആ ഒരു അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പ്രണയം സാധ്യമായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും, നമ്മൾ നിസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ഇതുപോലെയുള്ള മറ്റ് കർമ്മങ്ങളോ ഇതൊന്നും ആവശ്യമില്ല, അതുപോലെ ഖുർആന്റെയോ ഹദീസിന്റെയോ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു വിഭാഗം സൂഫികളാണ് എന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു വിഭാഗമാണ്. ഇത്തരം ഇങ്ങനെയുള്ള വിവിധ ചിന്തകളിൽ നിന്നും ഗ്രൂപ്പുകളിൽ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ തസവൂഫിന്റെ ഏറ്റവും അത്യുന്നതമായ ആ ഒരു തലം അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ദുർഘടം പിടിച്ച എന്ന അർത്ഥത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ ആ ഒരു പൂർണ്ണമായ രീതിയിൽ അള്ളാഹുവിനോടുള്ള പരിശുദ്ധമായ തഖ്വയോടുകൂടി, അള്ളാഹുവിനോടുള്ള വളരെ അദമ്യമായ ആഗ്രഹത്തോടു കൂടി, സത്യം അറിയണമെന്ന യഥാർത്ഥമായ തൗഹീദ് ഉൾക്കൊള്ളണമെന്ന ആഗ്രഹത്തോടു കൂടിയുള്ള ആ ഒരു ആത്മസഞ്ചാരം നടത്താത്തിടത്തോളം നമുക്ക് ഈ ഒരു അത്യുന്നതമായ വഴിയിലൂടെ അത് എത്തിപ്പിടിക്കാനോ അത് നമുക്ക് നേടിയെടുക്കാനോ സാധിക്കില്ല. ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് നമ്മുടെ സംസാരം തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കുറെ ചോദ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യങ്ങളൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാം സാവധാനം. നമ്മൾ ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ തസവൂഫിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഈ ഒരു പരമ്പരയെ കുറിച്ച് ഞാൻ വീണ്ടും നമ്മൾ ഈ ഒരു ഇന്നത്തെ സെഷൻ ഇങ്ങനെ ദീർഘമായി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഇതിന്റെ ഒരു ആമുഖമായതുകൊണ്ടാണ്.
പ്രിയപ്പെട്ട സുഹൃത്ത് പി സി ജലീൽ മഹബൂബി കഴിഞ്ഞ നമ്മുടെ സെഷനിൽ വളരെ മനോഹരമായി, വളരെ വിശദമായി, വളരെ ഗഹനമായി ഈ ഒരു തസവുഫിൻ്റെ ആദ്യ പാഠങ്ങളെക്കുറിച്ച്, തസവുഫ് എന്ന് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന ഈ ഒരു വാക്ക് കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ സംസാരം, പ്രത്യേകിച്ച് ഇന്നത്തെ സംസാരം അല്ലെങ്കിൽ നമ്മൾ ഈ തുടർന്ന് കൊണ്ടുപോകുന്ന സംസാരങ്ങൾ, ഇത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് പറയുക എന്നുള്ള ഒരു ചെറിയ ഉത്തരവാദിത്വം മാത്രമാണ് സത്യത്തിൽ. കാരണം ആ ഒരു സംസാരം കേൾക്കാത്തവർ തീർച്ചയായും ആ ഒരു സംസാരം കേൾക്കണം. കാരണം ഇതിൻ്റെ വളരെ വിശദമായി ഏകദേശം 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറോളം എടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ആ ഒരു സംസാരം കേൾക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, സത്യത്തിൽ നമ്മൾ തസവുഫ് എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ ഗുരു എന്നോട് ഓരോ സമയത്തും, അല്ലെങ്കിൽ അവിടുത്തെ ഞാൻ ആദ്യമായി സന്ദർശിച്ച സമയത്ത് മുതൽ അവിടുന്ന് പറയുന്നത്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ഒരു ആദർശം എന്ന് പറയുന്നത്, ദീൻ എന്ന് പറയുന്നത്, അതിന് സാധാരണ രീതിയിൽ മതം എന്നുള്ള ഒരു ഭാഷാന്തരം പോലും അദ്ദേഹം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ആ ദീൻ എന്ന് പറയുമ്പോൾ നമ്മൾ മതം എന്ന് ഭാഷാന്തരം ചെയ്താൽ അതിൻ്റെ അന്തസത്ത നശിച്ചു പോകും, അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യയോഗ്യമായ ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു ആ ദീൻ, അത് ഇസ്ലാം മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ത്വരീക്കത്തുകളെന്നോ അല്ലെങ്കിൽ ഹക്കീക്കത്തെന്നോ മാരിഫത്തെന്നോ ശരീഅത്ത് എന്നോ വേർതിരിവുകളില്ലാതെ ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് ദീൻ. ഇപ്പം നമ്മൾ തസവുഫ്, ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നത്, നമ്മൾ തസവുഫ് എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, തസവുഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ദീനിൽ നിന്ന് അന്യമായ, ദീൻ ഇങ്ങനെ വേറെ ഒന്ന്, ദീനിന്റെ മറ്റൊരു മുഖമാണിത് എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ തസവുഫിനെ കാണാനോ അതിനെ മനസ്സിലാക്കുവാനോ അതിനെ അറിയാനോ ശ്രമിക്കരുത്. മറിച്ച് ദീൻ തന്നെയാണ് തസവുഫ്, അല്ലെങ്കിൽ തസവുഫ് തന്നെയാണ് ദീൻ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യയോഗ്യമായ അള്ളാഹുവിൻ്റെതായ ആ ദീൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇസ്ലാം, അത് മാത്രമാണ് ഇസ്ലാം, അത് തന്നെയാണ് നമ്മൾ തസവുഫ്. അവിടെ ശരീഅത്തുകൾ എന്നോ ശരീഅത്ത് എന്നോ ത്വരീക്കത്ത് എന്നോ ഹക്കീക്കത്ത് എന്നോ മാരിഫത്ത് എന്നോ എന്ന് വേർതിരിക്കാത്ത വിധം ആ സമ്പൂർണതയാണ് നമ്മൾ ദീൻ എന്ന് വിളിക്കുന്നത്. ആ സമ്പൂർണതയാണ് നാം തസവുഫ് എന്ന് വിളിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ തസവുഫിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അതായത് അള്ളാഹുവിനോടുള്ള ആ പരിശുദ്ധമായ പ്രണയത്തിൽ, ഈ പ്രണയത്തെക്കുറിച്ചാണ് രണ്ട് രീതിയിലാണ് അധികം, ഒന്നില്ലെങ്കിൽ ഇബ്നു അറബി തങ്ങളെ പോലെ അവരുടെ ആ ഒരു വൈജ്ഞാനികമായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള രീതിയിലൂടെ നമ്മൾ തസൂഫിനെ പലരും കൊണ്ടുപോകും. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സ്നേഹത്തിനെ കുറിച്ച് അത്യുന്നതമായ അത്യുദാത്തമായ ആ ഒരു സാർവലൗകികമായ അള്ളാഹുവിനോടുള്ള ആ ഒരു പ്രണയത്തിന്റെ വഴിയിലൂടെ റാബിയ ദവിയ റളിയല്ലാഹു അൻഹ അവരൊക്കെ കൊണ്ടുപോയ ആ ഒരു പ്രണയത്തിന്റെ, അല്ലെങ്കിൽ മൻസൂർ ഹല്ലാജ് റളിയല്ലാഹുവിനെ പോലെയുള്ള അവരൊക്കെ കൊണ്ടുപോയ ആ ഒരു വഴിയിലൂടെയാണ് അല്ലെങ്കിൽ തസൂഫിനെ കൊണ്ടുപോവുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു അത് അവരതിനെ ഒതുക്കി എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. മറിച്ച് നമ്മൾ അനുവാചകർ അല്ലെങ്കിൽ ശ്രോതാക്കൾ അല്ലെങ്കിൽ വായനക്കാർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചവർ, ഇതിനെക്കുറിച്ച് പഠിക്കാനും പറയാനും ശ്രമിച്ചവർ ഈ ഒരു രീതിയിൽ അതിനെ ഒതുക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പൊ നമ്മളിങ്ങനെ ഒരു പ്രണയത്തിന്റെ വഴിയിലൂടെയോ അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള തത്വചിന്താപരമായ വഴിയിലൂടെയുള്ള ഒന്നും ഒതുക്കേണ്ട ഒരു സംഗതിയല്ല. തസവൂഫിനെ കുറിച്ച് ഏറ്റവും പ്രഥമമായും പ്രാഥമികമായും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യയോഗ്യമായ മതം ദീൻ എന്ന് പറയുന്നത് അത് ഇസ്ലാം മാത്രമാണ്. അതാണ് തസവൂഫ്. തസൂഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് കനിഞ്ഞു നൽകിയ ആ പരിശുദ്ധമായ ആ പൂർണ്ണമായ അള്ളാഹുവിനെ അറിയാനുള്ള മാർഗം. അതാണ് നമ്മൾ തസൂഫിനെ കുറിച്ച് അറിയേണ്ടത്. അപ്പൊ ആ ഒരു അള്ളാഹുവിനെ അറിയുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ,
അതിൻ്റെ ബാഹ്യമായ മറ്റു വശങ്ങളിലേക്ക്, അതിൻ്റെ പ്രകടനപരതകളിലേക്ക്, അതിൻ്റെ കർമ്മങ്ങളിലേക്ക്, അതിൻ്റെ നൃത്തങ്ങളിലേക്കോ പാട്ടുകളിലേക്കോ അതിൻ്റെ വേഷഭൂഷാദികളിലേക്കോ ഒക്കെ നമ്മൾ ഒതുങ്ങിക്കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റി നടന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ലഭിക്കുക എന്ന് പറയുന്ന അതിൻ്റെ ആ പരിശുദ്ധി, അതിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് നഷ്ടമാകും. അപ്പോൾ തസവുഫിനെ കുറിച്ചിട്ട് ഏറ്റവും പ്രാഥമികമായും പ്രഥമമായും പറയാനുള്ളത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ പരിശുദ്ധിയായ ആ പരിപൂർണമായ ദീനിനെയാണ് നമ്മൾ തസവുഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തസവുഫിലെ ഏറ്റവും അത്യുന്നതമായ നമ്മുടെ മാർഗം എന്ന് പറയുന്നത്, നമ്മളെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഇൻസാനുൽ കാമിലായ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഈ സൂഫി എന്ന ഈ ചർച്ച നമ്മൾ എപ്പോഴും തസൂഫിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു സൂഫ്, ഈ തസൂഫ് എന്ന പദം എവിടെ നിന്നാണ് നിഷ്പത്തിയായത്, അത് സൂഫിൽ നിന്നാണ് അല്ലെങ്കിൽ സഫായിൽ നിന്നാണ് ഒക്കെ നമ്മൾ പറയും. അപ്പോൾ എന്നിട്ട് അതിനെ വളരെ മനോഹരമായി വിശദീകരിക്കും. അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമായ ലയനത്തിൽ, ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു മാസ്മരികമായ അവാജ്യമായ അവർണ്ണനീയമായ അനുഭൂതിയിൽ ആ കുളിര് കോരിയിരിക്കുന്ന സമയത്ത് ആ പൈശാചികമായ കൊടും താപത്തിൽ നിന്ന് ആ ഒരു പരിശുദ്ധിയുടെ കുളിരിലേക്ക് നമ്മൾ ഒതുങ്ങിക്കൂടും. ആ ഒരു കുളിരിലേക്ക് നമ്മൾ സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അഭയം തേടുമ്പോൾ, അപ്പോൾ ആ സൂഫികൾ ധരിക്കുന്ന ആ ഒരു കരിമ്പുടത്തെയാണ് നമ്മൾ തസൂഫ് എന്ന് വിളിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ മനോഹരമായി പറയും. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നത്, നമ്മളിങ്ങനെ ഭാഷയുടെയോ അല്ലെങ്കിൽ വർണ്ണനകളുടെയോ അല്ലെങ്കിൽ ഇങ്ങനെ കാവ്യാത്മകമായ ഗീതികളിലൂടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല. ആ ഒരു ഭാഗം നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക്, ആത്മാവിലേക്ക് സഞ്ചരിക്കാതിരിക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അപ്പോൾ എന്താണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ രഹസ്യം? എന്തിനു വേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇതാണ് ഏറ്റവും പ്രാഥമികമായി നമ്മൾ ചോദിക്കേണ്ടത്. എൻ്റെ ഗുരു എപ്പോഴും എന്നോട് പറഞ്ഞു തന്നിരുന്നു, അതായത് നീ ആരാണ്, നീ എന്തിനാണ്, നീ എവിടെ നിന്ന് വന്നു, നീ എവിടേക്ക് പോകുന്നു? ഈ നാല് ചോദ്യങ്ങൾക്ക് ഓരോ സമയവും നീ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നിനക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. അതാണ് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്ന് ആത്മജ്ഞാനികൾ പറയുന്നത്. അതായത് നീ നിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ, നീ നിന്റെ നഫ്സിനെ അറിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നഫ്സ്, ഞാനിതിൻ്റെ മറ്റു വശങ്ങൾ, കാരണം ഈ ഒരു വിഷയം നമ്മൾ വളരെ വിശദീകരിച്ചുകൊണ്ട് അഗാധമായി സംസാരിക്കേണ്ട ഒരു ഭാഗം, നമ്മൾ ഒരു സമയ ദൗർലഭ്യത്തിൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇപ്പോഴന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനുകളിലാക്കി, ചെറിയ ചെറിയ സെഷനുകളിലാക്കി സംസാരിക്കുകയായിരിക്കും നല്ലത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെ നമുക്ക് ഒന്നുകൂടി സംഗ്രഹിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ പൂർത്തീകരിക്കാം. അതായത് നീ ആരാണ്, നീ എന്തിനാണ്, നീ എവിടെ നിന്ന് വന്നു, നീ എവിടേക്ക് പോകുന്നു? ഈ 4 ചോദ്യങ്ങൾ നാം ഓരോ സമയവും നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. മനുഷ്യ സൃഷ്ടിപ്പിന്റെ രഹസ്യം എന്താണ്? അള്ളാഹു മനോഹരമായ ഒരു ഹദീസിൽ, ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട്, കുൻതു കൻസൻ മഖ്ഫിയൻ ഫഅഹ്ബബ്തു അൻ ഉറഫ ഫഖലഖ്തുൽ ഖൽഖ ഫബി യഅരിഫൂനി. അതായത് ഞാൻ മറക്കപ്പെട്ട നിധിയായിരുന്നു, ഞാൻ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചു, അങ്ങനെ ഞാൻ ആ പരിശുദ്ധിയുടെ സൃഷ്ടിയെ, ആ പ്രത്യേക സൃഷ്ടിയെ ഞാൻ സൃഷ്ടിച്ചു. അങ്ങനെ എന്നെക്കൊണ്ട് തന്നെയാണ് അവരെന്നെ അറിയുന്നത് എന്ന് അള്ളാഹു പറയുന്നു. നമ്മൾ ഖുർആനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന് വർഗങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് ഖുർആനിൽ അള്ളാഹു വ്യക്തമാക്കുന്നു. ഈ യഅ്ബുദൂൻ എന്ന വാക്കിന് റഈസുൽ മുഫസ്സിരീങ്ങളുടെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നായകരായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ ഒരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആ പരിശുദ്ധമായ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ അല്ലിംഹു തഅ്വീൽ എന്നൊക്കെ ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹിക്കുകയും അങ്ങനെ അത്യുന്നതമായ ആത്മജ്ഞാനങ്ങൾ കൊണ്ട് അവര് അനുഗ്രഹീതരാവും ചെയ്ത ആ ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഖുർആൻ ആയത്തിന്, ഈ ഒരു ഖുർആനിക സൂക്തത്തിന് പരിശുദ്ധരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, ഈ യഅ്ബുദൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അറിയുക, യഅരിഫൂൻ എന്നാണ്. ആ ഒരു
ആശയത്തെയാണ് മറ്റൊരു ഹദീസ് കൊണ്ട് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. അതായത് അള്ളാഹു അറിയപ്പെടണമെന്ന അള്ളാഹുവിൻ്റെ അദമ്യമായ അഭിലാഷത്തെ, ആ ഹുബിനെ, ആ ഒരു പ്രണയത്തെ, ആ ഒരു സ്നേഹത്തെ അള്ളാഹു എന്ത് ചെയ്തു? ആ ഒരു സ്നേഹം കൊണ്ട്, ആ ഒരു സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായി അള്ളാഹു മനുഷ്യനെ അത്യുന്നതമായ ആ ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ അറിയുക എന്നൊരു ലക്ഷ്യം സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരാൾ വിശ്വാസിയാവുന്നത്. അതാണ് തസവുഫ് കൊണ്ട് നാം ലക്ഷ്യീകരിക്കുന്നത്. ബാഹ്യമായ കർമ്മങ്ങളുടെയോ ബാഹ്യമായ കർമ്മങ്ങളുടെ നിരാസമോ ബാഹ്യമായ കർമ്മങ്ങളുടെ പൂർത്തീകരണമോ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ആ ഒരു ചർച്ചയിലേക്ക് നാം വരുന്നു. മറിച്ച് നാം ആദ്യമായി പറയുന്നത് ഈ കർമ്മങ്ങളൊക്കെ ഉണ്ടാകുന്നത് അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക, അള്ളാഹുവിലേക്കുള്ള ആ പൂർണ്ണമായ ലയനം സാധ്യമാകുക എന്ന മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരം സംഭവിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ തസവുഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സെഷൻ അള്ളാഹു എന്ന ആത്മജ്ഞാനം, ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അള്ളാഹു വളരെ പ്രസിദ്ധമായ ഒരു വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, അവ്വലുദ്ദീന് മാരിഫത്തുള്ള, ദീനിന്റെ ആദ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാരിഫത്ത് തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിനെ അറിയുക എന്നുള്ള ഈ ഒരു ലക്ഷ്യം അതെങ്ങനെ സാധ്യമാകും എന്നുള്ളിടത്താണ് തസവുഫിന്റെ ചിന്തകൾ വരുന്നത്. അത് അള്ളാഹുവിനെ അറിഞ്ഞവരിലൂടെ മാത്രമാണ് അള്ളാഹുവിനെ അറിയാൻ കഴിയുന്നത്. അതിനുവേണ്ടിയാണ് അള്ളാഹു അനേകായിരം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത്. നമ്മൾ ഇതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഷഹാദത്തിനെ നമ്മൾ എന്തുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന സയ്യിദന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നൊക്കെ നമ്മൾ ആ ഒരു ഷഹാദത്തിന്റെ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഞാൻ അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷിയായി നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നതിനെയാണ് നമ്മൾ സാക്ഷിയാവുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദീനിന്റെ ആ ഒരു അടിസ്ഥാന വാക്യമായി ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നതിന് ഞാൻ സാക്ഷിയാകുന്നു എന്ന് തന്നെ പറയണം. ഞാൻ അറിഞ്ഞു, ഞാൻ മനസ്സിലാക്കി, ഞാൻ തിരിച്ചറിഞ്ഞു എന്നൊന്നും പറയാതെ എന്തുകൊണ്ട് നമ്മൾ അഷ്ഹദു എന്ന് തന്നെ നമ്മൾ എന്തുകൊണ്ട് പറയണം? അഷ്ഹദു അന്ന സയ്യിദന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ എന്തുകൊണ്ട് പറയണം? ഈ ഒരു ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗങ്ങളിലേക്ക് നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രാഥമികമായി നാം മനസ്സിലാക്കേണ്ടത് അവ്വലുദ്ദീനി മാരിഫത്തുള്ള, അള്ളാഹുവിനെ കുന്തു കൻസൻ മഖ്ഫിയൻ ഫഅഹബബ്തു അൻ ഉറഫ ഫഖലഖ്തുൽ ഖൽഖ. അപ്പോൾ അള്ളാഹുവിനെ അറിയുക, അത് തന്നെയാണ് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. അള്ളാഹുവിനെ അറിയുക എന്നുള്ള അത്യുന്നതമായ അത്യുദാത്തമായ ലക്ഷ്യത്തിലേക്കുള്ള ആ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യ ജീവിതം. ആ ഒരു പ്രയാണത്തെയാണ്, ആ ഒരു സഞ്ചാരത്തെയാണ് നമ്മൾ തസവുഫ് എന്ന് പറയുന്നത്. ആ സഞ്ചാരത്തിനിടയിൽ അനേകം ആളുകൾ മറ്റു ഭാഗങ്ങളിലേക്ക്, ഈ ഒരു സഞ്ചാരത്തിനിടയിൽ അവർ അനുഭവിച്ച, അവർ കണ്ട, അവരാസ്വദിച്ച അനേകം ദർശനങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും ആസ്വാദനങ്ങളിലേക്കും വഴിതെറ്റിപ്പോയിക്കൊണ്ട് അള്ളാഹു എന്ന ആ ഒരു പരിശുദ്ധിയിലേക്ക് എത്തിച്ചേരാതെ പോയി എന്നുള്ളിടത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തസവുഫിലൂടെ നമ്മൾ ആ ഒരു തസവുഫ് എത്രത്തോളം നമ്മൾ ആ ഒരു പരിശുദ്ധിയിലേക്ക്, നമ്മുടെ പരിശുദ്ധിയിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ പരിശ്രമങ്ങൾ എത്രത്തോളം നമുക്ക് അനിവാര്യമാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് അള്ളാഹുവിനെ അറിഞ്ഞവരിലൂടെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹുവിനെ അറിയാൻ കഴിയുകയുള്ളൂ. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മൗല അലി കറമല്ലാഹു വജ്ഹു അവിടത്തെ കുറിച്ച് പറയുന്നുണ്ട്, അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ, ഞാൻ ജ്ഞാനത്തിന്റെ പട്ടണമാണ്, അലി റളിയല്ലാഹു അൻഹു ആണ്, മൗല അലി കറമല്ലാഹു വജ്ഹു അവരാണ് ആ ജ്ഞാനത്തിന്റെ കവാടമെന്ന്. മൻ കുന്തു മൗല ഫ അലിയുൻ മൗല. മറ്റൊരു ഹദീസിൽ അവിടുന്ന് വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഈ ഒരു ജ്ഞാനത്തിന്റെ തൂണുകൾ എന്താണ്, ഈ ജ്ഞാനത്തിന്റെ മതിലുകൾ എന്താണ്, ഈ ജ്ഞാനത്തിന്റെ അടിത്തറ എന്താണ്, ഈ ജ്ഞാനത്തിന്റെ റൂഫ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് വീണ്ടും പറയുന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ജ്ഞാനം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ ആ വാതിൽ തന്നെ എത്തട്ടെ എന്ന് അവരും പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ജ്ഞാനമാണ് തസവുഫ്, അള്ളാഹു എന്ന ജ്ഞാനമാണ് തസവുഫ്. ആ ഒരു അള്ളാഹു എന്ന ജ്ഞാനത്തിലേക്കുള്ള സഞ്ചാരമാണ് നമ്മൾ തസവുഫ് കൊണ്ട്. അതല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ ആലോചിക്കരുത്, മറ്റൊന്നിനെ കുറിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യരുത്, ചർച്ച ചെയ്യരുത്. ഈ ഒരു അള്ളാഹു
അള്ളാഹു എന്ന സാക്ഷാത്കാരം ലഭിക്കുമ്പോൾ മാത്രമാണ് അപ്പോഴാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ദീനാകുന്ന ഈമാനും ഇസ്ലാമും ഇഹ്സാനുമാകുന്ന പരിശുദ്ധമായ ഹദീസിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ദീൻ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് തവണ ചർച്ച ചെയ്ത ഒരു ഹദീസായിരിക്കും. അതായത് അവിടുന്ന് പറയുന്നുണ്ട് എന്താണ് ദീൻ ഇസ്ലാം എന്ന് ചോദിക്കുന്നു, എന്താണ് ഈമാൻ എന്ന് ചോദിക്കുന്നു, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോയപ്പോൾ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹചാരികളായ പരിശുദ്ധരായ സ്വഹാബത്തിനോട് വിശദീകരിക്കുന്നുണ്ട്. അത്താക്കും ജിബ്രീൽ യുഅല്ലിമക്കും ദീൻ, നിങ്ങളുടെ ദീനിനെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ഈ ദീൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഈമാനും ഇസ്ലാമും ഇഹ്സാനും ആകുന്ന ഈ ഒരു ആ പരിപൂർണതയിലേക്കാണ്, ആ ഒരു പരിപൂർണതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തസവൂഫ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ 3/4 മണിക്കൂറായി ഇൻഷാ അല്ലാഹ്. കാരണം ഈ ഒരു സെഷനുകൾ നമ്മൾ അരമണിക്കൂറിനുള്ളിൽ തീർക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പങ്കെടുക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് കൂടുതൽ താല്പര്യം, അവരുടെ ഓരോരുത്തരുടെയും പ്ലാനുകളൊക്കെ തെറ്റാതെ നമ്മൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഒതുങ്ങണമെന്ന്, ഇതിൻ്റെ ഒരു പ്രാഥമികമായ സെഷൻ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വിഷയത്തിൽ നിന്ന് തെന്നിമാറി മറ്റു കാര്യങ്ങളിലേക്ക് കൂടി പോയത്. അപ്പോൾ പിന്നെ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഈ തസവൂഫിനെ കുറിച്ചിട്ടുള്ള ഈ അനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഈ ഒരു തസവൂഫ് ഇസ്ലാം എന്ന അനുഭവം എന്ന നമ്മൾ ഈ ഒരു പ്രാഥമികമായ ആമുഖമായ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക, ഞാൻ ആരാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യങ്ങളുള്ളൂ, 4 ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ ഞാൻ ആരാണ് എന്നൊരു ചോദ്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ സാധാരണ പറയുന്ന, നമ്മുടെ ഈ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എല്ലാവർക്കും അവരുടെ ആത്മാവിൻ്റെ ആലോചനകൾക്ക് വേണ്ടി വിട്ടുതരുന്ന ചില ചോദ്യങ്ങളാണ്. അതായത് നമ്മൾ സാധാരണ പറയും, നമ്മൾ പിതാവിൻ്റെ മുതുകിലൂടെ നമ്മളിങ്ങനെ ആത്മാവുകളുടെ ലോകത്ത് നിന്ന് നമ്മൾ അള്ളാഹുവിനെ നമ്മൾ കണ്ടു എന്നും അള്ളാഹു അലസ്തു ബി റബ്ബിക്കും എന്ന് ചോദിച്ചു എന്നും അവിടുന്ന് നമ്മൾ അള്ളാഹുവിനോട് കരാറ് ചെയ്തുവെന്നും അള്ളാഹുവിൻ്റെ ആ കരാറ് പുതുക്കാൻ വേണ്ടിയാണ് അള്ളാഹു പരിശുദ്ധരായ പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി പറയാനുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ പിതാവിൻ്റെ മുതുകിലൂടെ മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് മാതാവും പിതാവും ഇണചേർന്ന ഒരുമിച്ച് കൂടിയ ഒരു സന്ദർഭത്തിൽ നമ്മൾ പിതാവിൻ്റെ മുതുകിൽ നിന്ന് മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് എത്തി. പിന്നീട് അത് വളരുകയാണ്. ആ അണ്ടവും ബീജവും യോജിച്ചുകൊണ്ട് ആ ഭ്രൂണാവസ്ഥയിൽ അത് വളരുകയാണ്. പിന്നീട് അപ്പോഴും അതിനൊരു വളർച്ചയുണ്ട്. വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിതാവിൻ്റെ മുതുകിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു എന്ന് നമ്മൾ എപ്പോഴും പറയുന്നു, അതിനൊരു വളർച്ചയുമുണ്ട്. എന്നാലും 4-ാം മാസം പരിശുദ്ധരായ മലക്ക് വന്നുകൊണ്ട് റൂഹ് ഊതുമ്പോഴാണ് അതിന് ജീവൻ ലഭിക്കുന്നു എന്ന് നമ്മൾ പറയും. ഈ കാര്യങ്ങളൊന്നും ആർക്കും തർക്കമില്ലാത്ത, നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത്രയും നാൾ ഈ ഒരു റൂഹ് ഊതുന്നത് വരെ ഈ ഒരു ഭ്രൂണം വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതിനൊരു ജീവനുണ്ട്. നമ്മളിങ്ങനെ ബലൂണ് ഊതി വീർപ്പിക്കുമ്പോൾ അതിങ്ങനെ വലുതാവണ പോലുള്ള ഒരു വളർച്ചയല്ല അതിനൊരു ജീവനുണ്ട്. എന്നാൽ 4-ാം മാസം ബഹുമാന്യരായ ആ പരിശുദ്ധരായ മലക്ക് വന്നുകൊണ്ട് ആ റൂഹ് എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ വിശാലമായി വളരെ അഗാധമായി പഠിക്കുക. അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ എന്താണ്, അതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടത്. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, നമ്മളിങ്ങനെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇങ്ങനെയുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാമിനുള്ളിലൂടെ നമുക്ക് തീർക്കാവുന്ന കാര്യങ്ങളല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ അതുവരെ 4 മാസം വരെ ഈ ഒരു ഭ്രൂണം വളർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാലും 4-ാം മാസം ബാഹ്യമായി എന്നാൽ ആന്തരികമായി മലക്ക് അവിടെ വന്ന് ഊതുന്നു എന്ന് നമ്മൾ പറയുന്ന, നമ്മൾ ആ റൂഹ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് ജീവൻ ലഭിക്കുന്നു എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ചോദ്യം, നാം ആരാണ്? അതുവരെ വളർന്നുകൊണ്ടിരുന്ന ഈ ഒരു ഭ്രൂണത്തിൻ്റെ ആ ശാരീരികമായ ഘടനകൾ, അതിനൊരു വളർച്ചയുണ്ട്. അപ്പോഴും ആ വളർച്ച നമ്മൾ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നാലും നമ്മൾ ആ വളർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നു. ചിലവർക്ക് എന്ത് ചെയ്യില്ല, ആ ഒരു വളർച്ചയുടെ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന അതിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെത്തുന്നില്ല. ചിലർക്ക് കൈക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം,
ചിലർക്ക് കാലുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, ചിലർക്ക് കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, പഞ്ചേന്ദ്രിയങ്ങളുടെ വിവിധ കാര്യങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, അവരുടെ ശാരീരിക ഘടന അവർ കറുത്തവരോ വെളുത്തവരോ നീളം കൂടിയവരോ കുറഞ്ഞവരോ ഒക്കെ ആയിരിക്കാം. ഇങ്ങനെ ആ ഒരു ശരീരം, നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഭ്രൂണാവസ്ഥയിലുള്ള ആ ഒരു ശരീരം വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് മാതാവിന് ഗർഭാശയത്തിൽ നമ്മൾ പുറത്തു വന്നാൽ. എന്നാൽ 4-ാം മാസം മലക്ക് അവിടെ റൂഹ് ഊതി, ആത്മാവ് ഊതി എന്ന് നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ നാം എന്താണ്? ഈ ശരീരത്തെയാണോ നാം എന്ന് വിളിക്കുന്നത്? നാം ആത്മാവിനെയാണോ? അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, ഇപ്പോഴും നമ്മുടെ ചിന്തകൾക്കും ആലോചനകൾക്കും വിശദീകരണങ്ങൾക്കും അപ്പുറമായി നമുക്ക് അന്യമായി നിൽക്കുന്ന, അല്ലെങ്കിൽ നാം തേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു ആത്മാവിനെയാണോ നാം എന്ന് വിളിക്കുന്നത്? ഇവിടെയാണ് ഞാൻ ആരാണ്, നാം ആരാണ് എന്ന ചോദ്യം ഏറ്റവും പ്രസക്തമാകുന്നത്. അതിൻ്റെ ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്ക് തേടേണ്ടതും ലഭിക്കേണ്ടതും ലഭിക്കുന്നതും മനസ്സിലാക്കുന്നതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഭാഗം ഇവിടെയാണ്. അപ്പം ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ശരീരമാണോ, ഈ ഒരു ആത്മാവാണോ? ഈ ശരീരമില്ലാതെ ഈ ഒരു ആത്മാവിനെ നമുക്ക് പരിഗണിക്കാൻ കഴിയുമോ? അതായത് ഞാൻ ആത്മാവ് കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ഞാൻ ആത്മാവ് കൊണ്ട് അള്ളാഹുവിൽ ലയിച്ചിട്ടുണ്ട്, എൻ്റെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ സഞ്ചരിക്കട്ടെ, ഞാൻ ജീവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തെ നമുക്ക് മാറി വെച്ചുകൊണ്ട്, ശരീരത്തെ മാറ്റിവെച്ചുകൊണ്ട്, ശരീരത്തെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ആത്മാവുമായി മാത്രമുള്ള ഒരു യാത്രയാണോ, അതോ ശരീരം കൊണ്ട് മാത്രമുള്ള ഒരു യാത്രയാണോ, ശരീരവും ആത്മാവും കൊണ്ടുള്ള യാത്രയാണോ? ഇവിടെയാണ് ഞാൻ ആരാണ് എന്നൊരു ചോദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഈ ഒരു ശരീരമല്ല, എന്നാൽ ശരീരം അല്ലാതെയുമല്ല, ആത്മാവ് മാത്രമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ്, ശരീരം മാത്രമല്ല ആത്മാവ് കൂടിയാണ്, ആത്മാവ് തീർച്ചയായും ആത്മാവ് കൊണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവിലൂടെ നമ്മൾ വരുമ്പോഴാണ് നമ്മൾ തസവൂഫിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക്, ദീനിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക്. സത്യത്തിൽ ഗുരു എപ്പോഴും പറയാറുണ്ട്, തസവൂഫ് അല്ലെങ്കിൽ സൂഫിസം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഒരു വാക്ക് പോലും, ആ ഒരു പദം പോലും സത്യത്തിൽ വല്ലാതെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഈ ഒരു യഥാർത്ഥമായ ഏറ്റവും ഗൗരവമായ ആലോചനകളിൽ നിന്ന് നമ്മളെ എത്രയോ അകലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൽ തന്നെ കമന്റുകൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൂഫിസം എന്ന് പറഞ്ഞ സന്യാസം ഇസ്ലാമിലുള്ളതാണോ? അത് ഞാൻ ഈ കമന്റുകൾ മുഴുവനും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ സംസാരത്തിനിടയ്ക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽ വന്ന ചില കമന്റുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സന്യാസം എന്നത് സൂഫിസം ഇസ്ലാമിലുള്ളതാണോ, പരിത്യാഗം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ തസൂഫിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ പ്രാഥമികമായ ധാരണകൾക്ക് പുറത്തുണ്ടാകുന്ന വളരെ വികലമായ ധാരണകളിലൂടെ ഉണ്ടാകുന്ന തീർത്തും നിസ്സാരമായ അല്ലെങ്കിൽ അവഗണിക്കപ്പെടേണ്ട ബാലിശമായ ചില ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ സംസാരങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിച്ചു തുടങ്ങും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാനായി ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം നമ്മൾ എപ്പോഴും ചോദിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ കർമ്മങ്ങൾ സംഭവിക്കേണ്ടത്, നാം നിസ്കരിക്കേണ്ടത്, നാം നോമ്പ് നോൽക്കേണ്ടത്, നാം ഹജ്ജ് ചെയ്യേണ്ടത്, നാം സക്കാത്ത് കൊടുക്കേണ്ടത്, ഇതൊക്കെയും ഞാനാണെന്ന് പറയുമ്പോൾ ആരാ? എൻ്റെ ശരീരമാണോ? എൻ്റെ ആത്മാവ് മാത്രമാണോ? എൻ്റെ ശരീരം കൊണ്ട് മാത്രം ചെയ്താൽ അത് നടക്കും? നമ്മൾ നിസ്കാരത്തെ കുറിച്ച് ആലോചിച്ച് നോക്കി. നമ്മൾ സാധാരണ പറയുന്ന ഒരു ഈയിടെ വൈറലായ ഒരു പാട്ടുണ്ടല്ലോ, ഇപ്പോൾ സൂഫിയാന കലാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് കാറിലൂടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന, അതിൽ വളരെ മനോഹരമായ ഒരു പാട്ട് ശ്രദ്ധിക്കാനിടയായി. അതായത് നമ്മൾ ഇസ്ലാം 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനെ പരിപൂർണമായി ഉപേക്ഷിച്ചുകൊണ്ട് ബാക്കി 4 കാര്യങ്ങളിലേക്ക്, എനിക്ക് ആ വരികൾ ഓർമ്മ കിട്ടുന്നില്ല, ആ ബാക്കി 4 കാര്യങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, നമ്മൾ ഷഹാദത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നേയില്ല, നമ്മൾ അതിനെക്കുറിച്ച് ഷഹാദത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നേയില്ല.
ബാക്കി 4 കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഷഹാദത്തിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അത് സാധാരണ രീതിയിൽ പറഞ്ഞ് നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ സാധാരണ എല്ലാവരും നിസ്കാരമാണ് ഏറ്റവും ആദ്യമായി ചർച്ച ചെയ്യുന്നത് തന്നെ. ഷഹാദത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അത് മുസ്ലിം അല്ലാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അവർ ജീവിതത്തിൽ ആകെ ഒരിക്കൽ മാത്രം പറയേണ്ട ഒരു കാര്യമായി അവർ അതിനെ തള്ളുകയാണ്. മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചുള്ളവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യമായി നമ്മൾ അതിനെ ചുരുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നിസ്കാരത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു വളരെ വ്യക്തമായി ഖുർആനിൽ പറയുന്നുണ്ട്, വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കുന്നവർക്ക്, അശ്രദ്ധമായി നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമാണ്. വളരെ ഭയാനതകൾ നിറഞ്ഞ നരകമാണ് വൈലെന്ന നരകം. ആ നരകം ലഭിക്കുന്നത് അശ്രദ്ധരായി നിസ്കരിക്കുന്നവരാണ്. മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്, പിന്നെ മുഅ്മിനീങ്ങൾ വിജയിച്ചവരാണ്, അവർ അവരുടെ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാകുന്നു എന്ന് അള്ളാഹു പറയുന്നു. അതുപോലെ മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, നിസ്കാരം പിന്നെ തെറ്റുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മനുഷ്യനെ, വിശ്വാസിയെ തടയുന്നു എന്നൊക്കെ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ നിസ്കരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലെങ്കിൽ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമുക്ക് അന്യമായി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ നിസ്കരിച്ചത്? എന്താണ് നമ്മുടെ നിസ്കാരം? നമ്മൾ 4 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്കാരം പിന്നെ എന്താണ്? അപ്പൊ ഇതാണ്. അപ്പൊ നിസ്കാരം പോലും നമുക്ക് നടക്കുന്നില്ല. ഒരു റക്അത്ത് പോലും നമുക്ക് യഥാർത്ഥമായ രീതിയിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിയാതെ, ഇപ്പൊ സുജൂദിനെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് പിന്നെ നമുക്ക് കാണാൻ കഴിയും. എവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു സുജൂദിന്റെ മക്കാം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ ആ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നിസ്കാരത്തെ കുറിച്ച് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത്? അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. നിസ്കാരത്തെ കുറിച്ച് നമ്മൾ പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ സത്യത്തിൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ തിരുശരീരത്തോടു കൂടി അള്ളാഹുവിൽ വിലയം പ്രാപിച്ച ആ മിഅ്റാജിന്റെ പിന്നെ അവാജ്യമായ അനുഭവങ്ങളെ തന്റെ ഉമ്മത്തിന് സമ്മാനമായി കൊടുത്തതാണ് നിസ്കാരം. അതുകൊണ്ടാണ് അള്ളാഹുവിനെ എത്തിക്കാൻ കഴിയുന്ന ആ ഒരു അത്യുന്നതമായ പിന്നെ അതിപവിത്രമായ ഒരു അനുഭവമാണ് നിസ്കാരം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഉമ്മത്തിന് നൽകിയത്. അള്ളാഹു ഈ ഒരു ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഉമ്മത്തിന് നൽകിയത്. അപ്പോൾ ഈ നിസ്കാരത്തിൽ നമുക്ക് ആ ഒരു മിഅ്റാജിന്റെ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ എന്ന് നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മിഅ്റാജിൽ എന്താണ് ഉണ്ടായത്? അവിടെ നിന്ന് അള്ളാഹുവിനെ കാണുന്നു, അള്ളാഹുവിൽ ലയിക്കുന്നു, അള്ളാഹുവിനോട് സംസാരിക്കുന്നു. എൻ്റെ ഗുരു എപ്പോഴും പറയാറുണ്ട്, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിലേക്ക് പോയതല്ല, മറിച്ച് ഈ ഒരു അവാജ്യമായ അനുഭൂതികൾ മുഴുവൻ നുകർന്നതിന് ശേഷം ഈ അനുഭൂതികളെ മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ഈ ഒരു ഉമ്മത്തിന് വേണ്ടി ഈ തിരിച്ചു വന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ മോചിതത്ത്. മിഅ്റാജിന് പോയതല്ല, മറിച്ച് മിഅ്റാജിൽ നിന്ന് തിരിച്ചു വന്നതാണ് ഏറ്റവും വലിയ മോചിതത്ത് എന്ന് ഗുരു എപ്പോഴും പറയാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ ഒരു നിസ്കാരം എന്ന് പറയുന്നത് മുഅ്മിനിന്റെ അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. പക്ഷെ നമ്മൾ നിസ്കാരം എങ്ങനെയാണ്? നമുക്ക് മിഅ്റാജിന്റെ അനുഭവങ്ങൾ വല്ലതും കിട്ടുന്നുണ്ടോ? നമുക്ക് മറന്നു കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നത് ഈ നിസ്കാരത്തിലൂടെയാണ്. എല്ലാ കാര്യം, നമ്മുടെ നിസ്കാരം എന്ന് പറയുന്നത് 1 മിനിറ്റിനുള്ളിൽ നമ്മുടെ നിസ്കാരം എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉടനീളം നിസ്കരിച്ചുകൊണ്ട് അവിടുത്തെ കാലുകളിൽ നീര് വന്നിട്ടുണ്ടായിരുന്നു എന്ന് സയ്യിദത്തുനാ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കഥയിലേക്ക് നമ്മൾ പോയാൽ, അവിടുത്തെ വധിക്കാൻ വേണ്ടി കൽപ്പിച്ച അതിന്റെ ആ ഒരു തലേന്ന്, അത് വധിക്കാനുള്ള കൽപ്പന വന്നതിന്റെ നാളെ വധിക്കാനാണെങ്കിൽ ഇന്ന് ആ തലേ രാത്രി അവിടുന്ന് 400 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ അനൽ ഹക്ക്, ഞാൻ തന്നെയാണ് അള്ളാഹു എന്ന് നമ്മൾ സാധാരണ രീതിയിൽ വിവക്ഷിക്കുന്ന ഞാൻ തന്നെ അള്ളാഹു ആണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടുന്ന് നിസ്കരിക്കുന്നത്? അവിടുന്ന് രാത്രി അള്ളാഹുവിലേക്ക് ഞാൻ നാളെ അള്ളാഹുവിലേക്ക് യാത്രയാകുമെന്ന് ഉറപ്പായ ആ ഒരു സമയത്ത് പോലും എന്താണ് 400 റക്അത്ത് അവിടുന്ന് നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് നിസ്കാരം എന്ന് നമ്മൾ അറിയണ്ടേ? നമ്മൾ നിസ്കാരം എന്താണെന്ന് നമ്മൾ ആലോചിക്കണ്ടേ? മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ നിസ്കാരമാണ് എന്നാണ് ഹദീസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യത്തെ ഏതായാലും നമുക്കറിയില്ല, അതിനെക്കുറിച്ചുള്ള ആലോചനകളേ ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യമായ നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയോ? നമ്മൾ ആത്മാവ് കൊണ്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹൃദയം മുന്നിടേണ്ട കഅബ, ആ കിബില, ആ കഅബയാകുന്ന കിബില എങ്കിൽ
നമ്മൾ ആത്മാവ് മുന്നിടേണ്ട കഅബ, ആ കിബില, ആത്മാവിന്റെ കിബില എന്താണ് അത് നമ്മൾ അറിയണ്ടേ? നമ്മൾ എങ്ങനെയാണ് ആത്മാവ് കൊണ്ട് ഒളു എടുക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഇത്യാദി അനേകം കാര്യങ്ങൾ നമുക്കറിയണ്ടേ? അപ്പോൾ തസവുഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഈ യഥാർത്ഥമായ അമൂല്യമായ നമ്മുടെ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായ, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ രഹസ്യമായ ആ ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള സഞ്ചാരമാണ് സത്യത്തിൽ തസവുഫ്. അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുക. ഇപ്പൊ ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിൽ കൂടി തസവുഫിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ, ഞാൻ വീണ്ടും ആ ഒരു തസവുഫ് എന്ന പദത്തിനേക്കാൾ കൂടുതൽ ഇസ്ലാം എന്നൊരു പദത്തിനെ ഉപയോഗിക്കാനാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ തസവുഫ് ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായി കാണുന്നതിനപ്പുറം നമ്മൾ ഒന്നായി തന്നെ കാണണം. അപ്പൊ ഇസ്ലാം എന്നതിൻ്റെ ആ പരിപൂർണത നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതോ എഴുതി തീർക്കാൻ കഴിയുന്നോ ഗ്രന്ഥങ്ങളിലൂടെ പകർന്നു നൽകാൻ കഴിയുന്നതോ ആയ ഒരു കാര്യമല്ല, മറിച്ച് ഓരോരുത്തരും സ്വയം അനുഭവിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ജ്ഞാനികൾക്ക് അത്യുന്നതമായ ദറജകളുണ്ട് എന്ന് പറയുന്നതും, ജ്ഞാനമുള്ളവരും ജ്ഞാനികളും അജ്ഞാനികളും ഒരുപോലെയാണോ എന്ന് അള്ളാഹു നിരന്തരം ചോദിക്കുന്നതും ഇതാണ്. അള്ളാഹു എന്ന ജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ദീൻ, അതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ തസവുഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആത്മസാക്ഷാത്കാരമാണ്, ആ ഒരു അറിവിൻ്റെ, തിരിച്ചറിവിൻ്റെ, അനുഭവത്തിൻ്റെ. അത് വാക്കുകളിൽ കൂടെ പകർന്നു നൽകാൻ കഴിയുന്നതല്ല. ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അള്ളാഹു എന്ന ആ ഒരു സ്നേഹം ആരെങ്കിലും എനിക്ക് ലഭിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സ്നേഹം അവർക്ക് ലഭിച്ചിട്ടില്ല. ആ ഒരു സ്നേഹത്തിന്റെ പാനീയം ചഷകം കുടിച്ചുകൊണ്ട് ഞാൻ പരിപൂർണമായ ലഹരിയിൽ എനിക്ക് തീർക്കാൻ കഴിഞ്ഞു എന്നൊരാൾ പറയുമ്പോൾ അയാൾക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെ ഏറ്റവും ലളിതമായി സാധാരണ രീതിയിൽ ആത്മജ്ഞാനികൾ പറയുന്നത്, അനുഭവിച്ചവരാരും പറയാത്തതും എന്നാൽ പറഞ്ഞവരാരും അനുഭവിക്കാത്തതുമായ ഒരു ഉന്നതമായ രഹസ്യമാണ്, അനുഭവമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്നത് അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ പേരാണ് നമ്മൾ തസവുഫ് എന്ന് നമുക്ക് വളരെ പ്രാഥമികമായി ഏറ്റവും ലളിതമായി നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംസാരം, ഇതിൻ്റെ ഒരു ആമുഖം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും നമ്മൾ പറഞ്ഞു വന്നതിനെ വളരെ ഒന്നോ രണ്ടോ വാക്കുകളിൽ സംഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയുക, അവ്വലുദ്ദീനി മാരിഫത്തുള്ള. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സെഷൻ ആ ഒരു അള്ളാഹു എന്ന ആത്മജ്ഞാനത്തെക്കുറിച്ച്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു ജ്ഞാനങ്ങളുടെ മറ്റു മാർഗങ്ങളെക്കുറിച്ച്, അതിൻ്റെ മറ്റു ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അവ്വലുദ്ദീനി മാരിഫത്തുള്ള, അള്ളാഹു എന്ന ആ ഒരു ആത്മജ്ഞാനത്തിൽ ുള്ള യാത്രയാണ് ദീൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ നിയോഗം. അതിനെയാണ് നമ്മൾ തസവുഫ് എന്ന് പറയുന്നത്. അള്ളാഹു എന്ന ആ ഒരു അനുഭവത്തിന്റെ, ആ ഒരു ജ്ഞാനമാകുന്ന അനുഭവത്തിന്റെ പേരാണ് തസവുഫ്. അതിനെയാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് നമ്മൾ പരിപൂർണമായ രീതിയിൽ അനുഭവിക്കേണ്ടതാണ്. അതിനെയാണ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദാക തുഅമൽ ഈമാൻ എന്ന് പറയുന്നത്. അത് ഈമാനിൻ്റെ മാധുര്യം ലഭിച്ചു കഴിഞ്ഞാലെന്ന്. ആ ഈമാനിൻ്റെ മാധുര്യം ലഭിച്ചു കഴിയുമ്പോഴാണ് ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കവിതയിൽ പറഞ്ഞതുപോലെ, മൻ തൊലബനി അവിടുത്തെ വാക്കിൽ പറഞ്ഞതുപോലെ, മൻ തൊലബനി വജദനി, ആരെങ്കിലും എന്നെ തേടിയാൽ അവരെന്നെ എത്തിച്ചിരിക്കുന്നു. വമൻ വജദനി അറഫനി, ആരെങ്കിലും അവനെന്നെ എത്തിച്ചാൽ അവൻ എന്നെ അറിഞ്ഞിരിക്കുന്നു. വമൻ അറഫനി അഷിക്കനി, ആരെങ്കിലും എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ പ്രണയത്തിൽ അവന് സർവ്വതും സമർപ്പിച്ച് ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വമൻ അഷിക്കനി അഷിക്തുഹു, ആരെങ്കിലും എന്നെ ആ ഇഷ്ക് വെച്ച് കഴിഞ്ഞാൽ, എന്നോടുള്ള ആ ഒരു പരമമായ പ്രണയത്തിൽ അവർ ലയിച്ചു കഴിഞ്ഞാൽ, അഭിരമിച്ചു കഴിഞ്ഞാൽ, ആ അനുഭവങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ കൊല്ലും, അങ്ങനെ അവനെ പരിപൂർണനാക്കുമെന്ന് മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാക്യത്തിൻ്റെ മറുപുറമാണ് ബഹുമാനപ്പെട്ട റാബിയ അദവിയ റളിയല്ലാഹു അൻഹു പറയുന്നത്. അതായത് സ്വർഗത്തെ തേടിയല്ല, മറിച്ച് നരകത്തെ പേടിച്ചിട്ടുമല്ല ഞാൻ നിന്നിലേക്ക് ഞാൻ വരുന്നത്. നീ എന്ന ആ ഒരു പരിശുദ്ധി, ആ ഒരു സ്നേഹം, ആ ഒരു പ്രണയം, ആ ഒരു ഹുബ്ബ് എനിക്ക് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അതാണ് ഞാൻ ഏറ്റവും പേടിക്കുന്ന എൻ്റെ നരകമെന്ന് റാബിയ അദവിയ റളിയല്ലാഹു അൻഹ ഉമ്മ അവർ പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഒരിക്കൽ അവരിങ്ങനെ ഒരു കയ്യിൽ വെള്ളവും മറുകൈയിൽ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കുമായി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ചോദിച്ചു, അല്ലയോ മഹദി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ
എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തെ കത്തിച്ചാമ്പലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വിളക്കെടുത്തിരിക്കുന്നത്, നരകത്തെ കെടുത്തിക്കളയാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ ഈ ഒരു വെള്ളവുമായി പോകുന്നത്. കാരണം ജനങ്ങളെല്ലാവരും സൃഷ്ടിയായിട്ടുള്ള സ്വർഗത്തെയും നരകത്തെയും, സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞ സൃഷ്ടിയാണല്ലോ, അതിൻ്റെ ആത്മജ്ഞാനങ്ങളിലേക്ക് കടക്കുന്നില്ല, ബാഹ്യമായ വശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സൃഷ്ടിയായ സ്വർഗത്തിലേക്കും സ്വർഗത്തെ കാക്ഷിച്ചുകൊണ്ടും സ്വർഗത്തെ കാമിച്ചുകൊണ്ടും നരകത്തെ ഭയന്നുകൊണ്ടുമാണ് പിന്നെ ജനങ്ങളെല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നരകത്തെ കെടുത്തിക്കളയട്ടെ, ഈ സ്വർഗത്തെ കത്തിച്ചാമ്പലാക്കട്ടെ. അവസാനം അവര് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഉടമസ്ഥനായ, ഈ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിധാതാവായി കഴിഞ്ഞ നാഥനായ റബ്ബിലേക്ക്, ആ ഒരു സ്നേഹത്തിലേക്ക്, ആ ഒരു പരിപൂർണതയിലേക്ക് അവർ യാത്ര ചെയ്യട്ടെ. ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് മഹദി തന്നോട് ചോദിച്ച ഒരു കൂട്ടത്തോട് പറയുന്നുണ്ട്. മൻസൂർ അല്ലാജറുള്ള തൻ്റെ ഗ്രന്ഥത്തിൽ ഇത് വളരെ മനോഹരമായ ഒരു കവിതയിൽ അവർ പറയുന്നുണ്ട്. അതായത് പിന്നെ സാധാരണക്കാരുടെ സ്വർഗം എന്ന് പറയുന്നത് അത് തരുണീമണികളുടെയും അതുപോലെ കള്ളിൻ്റെയും തേനിൻ്റെയും ഒക്കെ സ്വർഗമാണ്. പക്ഷേ എൻ്റെ സ്വർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മജ്ഞാനികളുടെ സ്വർഗം എന്ന് പറയുന്നത്, അത് അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധിയിലുള്ള, ആ ഒരു പ്രണയത്തിലുള്ള, സ്നേഹത്തിലുള്ള ലയനമാണ് എന്ന് പറയും. അതൊക്കെ നമ്മൾ പറയുന്നത്, ഇതൊക്കെ ഈ ഒരു അനുഭവം നമുക്ക് വരണം. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഈ അള്ളാഹു എന്ന ആ ഒരു പരിശുദ്ധിയുടെ അനുഭവത്തിലേക്ക്, ആ ഒരു ആത്മജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത്. ആ സഞ്ചാരത്തിൽ തന്നെയാണ് നമ്മൾ തസവൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട്, ഈ ഒരു നിലപാടിൽ നിന്നുകൊണ്ട്, ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും നമ്മെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. ഈ ഒരു യാത്ര ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഈ ഒരു യാത്രക്ക് തീർച്ചയായും ഒരു വഴികാട്ടിയുടെ ആവശ്യമുണ്ടെന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു വളരെ വ്യക്തമാക്കുന്നു. വമൻ യുളിൽഹു ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദ. അള്ളാഹു വഴിപിഴപ്പിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനക്ക് വഴി കാണിക്കുന്ന ഒരു വലിയ മുർഷിദിനെ അവനക്ക് ലഭിക്കുകയില്ല എന്ന് അള്ളാഹു വളരെ വ്യക്തമായി, യാതൊരു വ്യാഖ്യാനങ്ങൾക്കും ആവശ്യമില്ലാത്ത വിധം സുതരാം വ്യക്തമായിക്കൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഈ നമ്മൾ ഈ യാത്ര എന്ന് പറയുന്നത്, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്, അതിന് തന്നെയാണ് നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്നൊക്കെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ വളരെ നേരിയ ഒരു പാതയിലൂടെയുള്ള ഒരു യാത്രയാണ്. എപ്പോഴും നമ്മൾ ഇടറി വീഴാം. അതിന് നമ്മുടെ കരം പിടിക്കാൻ അള്ളാഹുവിനെ അറിഞ്ഞവരിലൂടെ, ആ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ഒരു അള്ളാഹു എന്ന ജ്ഞാനത്തിൻ്റെ പരിപൂർണതയെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയവരിലൂടെ മാത്രമാണ് നമുക്ക് അള്ളാഹു എന്ന ആ ഒരു പരിശുദ്ധിയിലേക്ക്, നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ചെറിയ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു എന്ന ആത്മജ്ഞാനത്തിൻ്റെ അനുഭവത്തിൻ്റെ പേരാണ്. അതിനെയാണ്, ആ ഒരു അനുഭൂതിയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തസവൂഫ് എന്ന് പറയുന്നത്. ആ ഒരു ഉന്നതമായ, പവിത്രമായ, പരിശുദ്ധമായ പാതയെ, ദീനിനെ, ഇസ്ലാം എന്ന ദീനിനെ നമ്മൾ തുരീഖത്ത്, ഹക്കീക്കത്ത്, മാരിഫത്ത്, ശരീഅത്ത് എന്ന രീതിയിൽ വേർതിരിക്കാതെ ആ പരിപൂർണതയെ സ്വായത്തമാക്കുവാൻ, അതിനെ സ്വാംശീകരിക്കുവാനും യാഥാർത്ഥ്യമാക്കുവാനും, നമ്മുടെ ജീവിതത്തിലെ ആ അനുഭവങ്ങളിലേക്ക് സഞ്ചരിക്കുവാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങളെ മുഴുവനും, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, ഒരിക്കലും അള്ളാഹു വൃഥാവലാക്കുകയില്ല. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ ആ ഉന്നതമായ റഹ്മത്തിൽ നിന്ന്, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പ്രപഞ്ചങ്ങൾക്ക് മുഴുവനും റഹ്മത്തായി വന്ന ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിരാശരാകേണ്ട ആവശ്യമില്ല. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. തീർച്ചയായും ഈ ഒരു സത്യത്തെ തേടിയുള്ള ഏറ്റവും നിഷ്കളങ്കമായ യാത്ര തീർച്ചയായും അത് അള്ളാഹു സഫലമാക്കുക തന്നെ ചെയ്യും. അള്ളാഹു അതിന് നമുക്ക് ഓരോരുത്തർക്കും സ്വന്തത്തെ തിരിച്ചറിയാനുള്ള, അങ്ങനെ സ്വന്തത്തെ അറിഞ്ഞ് റബ്ബിനെ അറിയാനുള്ള ഉന്നതമായൊരു ഭാഗ്യം, അനുഗ്രഹം, കാരുണ്യം അവൻ കനിഞ്ഞു നൽകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.